ഈ കുടുംബഭാരമായിരുന്നു, കുടുംബമായിട്ടൊക്കെ നമ്മൾ ആയിരിക്കുന്നവരാണല്ലോ. ഞാൻ ഒരു വാക്യം ഇന്ന് ശമൂവേൽ 1-ാം അധ്യായം 8-ാം വാക്യം. ശമൂവേൽ 1-ാം പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം. ഒരു ഫാമിലിയെ നമ്മളവിടെ കാണുന്നുണ്ട്. അതിൽ ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട് എൽക്കാന എന്ന് പറയുന്ന മനുഷ്യൻ. 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഭർത്താവായ എൽക്കാന അവരോട്, തന്നെ നീ എന്തിനു കരയുന്നു, എന്തിനു പട്ടിണി കിടക്കുന്നു, നീ വ്യസനിക്കുന്നത് എന്ത്? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നന്നല്ലയോ എന്ന് പറഞ്ഞു. കടലടയ്ക്കാൻ പ്രാർത്ഥിക്കുക. ദൈവമേ സ്തുതിയായി മനോഹരമായ ദിവസത്തിനായി സ്തോത്രം. കർത്താവേ, ഒരു കുടുംബമായി നിങ്ങളെ അടുത്തു വന്നിരിക്കുന്നു. സീനിയർ സിറ്റിസൺ കുടുംബമായി കർത്താവേ, നിന്റെ കൃപയിൽ ഈ ഞങ്ങളെ ബലപ്പെടുത്തണം. സീനിയർ സിറ്റിസൺ പ്രോഗ്രാമിനെയൊക്കെ ഞങ്ങൾ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഏത് സമയം ഞങ്ങൾ വചനത്തിന് മുമ്പാകെ ഇരിക്കുമ്പോൾ വചനം ഞങ്ങളോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും കൃപകളാലും നിറയ്ക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഒരു ഭർത്താവ് ഒരു ഭാര്യയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ധൈര്യമുള്ള അല്ലെ ബലം നൽകുന്ന ഒരു വാക്യമാണ് ഞാൻ ഇവിടെ വായിച്ചത്. ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് മാക്സിമം നൽകാവുന്ന, ബലം നൽകാവുന്ന അല്ലെങ്കിൽ ധൈര്യം നൽകാവുന്ന ഒരു വാക്ക്. അവരുടെ ഭർത്താവായ എൽക്കാന അവളോട്, നീ എന്തിന് കരയുന്നു, എന്തിനു പട്ടിണി കിടക്കുന്നു, നീ വ്യസനിക്കുന്നത് എന്ത്? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നന്നല്ലയോ എന്ന് പറയും. അവരുടെ കുടുംബജീവിതത്തിൽ മക്കളൊന്നുമില്ല. അതിൻ്റെതായ വിഷമവാക്യമുണ്ട്. അന്നായി ആ ഒരു പ്രയാസത്തിന്റെ സമയത്ത് ഭർത്താവായ എൽക്കാന പറയുന്ന വളരെ ധൈര്യപ്പെടുത്തുന്ന ഒരു വാക്കാണ്. ഭർത്താവിന് കൊടുക്കാവുന്ന മാക്സിമം 10 പുത്രന്മാരെക്കാൾ ഞാൻ നിനക്ക് നന്നല്ലോ എന്നുള്ളത്. കുടുംബം എന്ന് പറയുന്ന ഭൂമിയിലെ സ്വർഗമാണെന്ന് നമ്മൾ എപ്പോഴും പറയും, അല്ലേ? ഇതാണ് സ്വർഗമാക്കി തീർക്കുന്ന അനുഭവം. എൽക്കാന തന്റെ കുടുംബത്തെ എങ്ങനെയാണ് സ്വർഗമാക്കി തീർക്കുന്നത്? തന്റെ ഭാര്യയ്ക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സപ്പോർട്ട് നൽകിക്കൊണ്ട് കുടുംബ ബന്ധത്തിൽ പുതിയ മാനം തീർക്കുവാൻ ഈ എൽക്കാനയ്ക്ക് സാധിച്ചു. എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, ദൈവവുമായി ഒരു പ്രാർത്ഥനാ ബന്ധത്തിൽ എൽക്കാന നല്ല ഒരു പുതിയ മാനം തീർക്കുവാനാണ്. അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, അവൻ ശീലോവിൽ സൈന്യങ്ങളുടെ യഹോവയെ നമസ്കരിക്കുവാനും അവന് യാഗം കഴിക്കുവാനും തന്റെ പട്ടണത്തിൽ നിന്ന് ആണ്ടുതോറും ശീലോവിലേക്ക് പോവുക പതിവായിരുന്നു. എല്ലാ വർഷവും പതിവുപോലെ ശീലോവിൽ പോയി പ്രാർത്ഥന ചെയ്യുന്നതായ എൽക്കാന. അതുകൊണ്ട് പ്രാർത്ഥനാ ബന്ധത്തിൽ ഒരു പുതിയ മാനം തീർക്കുന്നതായ എൽക്കാനയാണ് നമ്മൾ അവിടെ കാണുന്നത്. രണ്ടാമതായിട്ട് ഞാൻ ഇപ്പോൾ വായിച്ചതായ 8-ാം വാക്യത്തിൽ കുടുംബ ബന്ധത്തിൽ വലിയ ഒരു മാനം തീർത്തതായ എൽക്കാന, കുടുംബവുമായി കുടുംബ ബന്ധത്തിൽ. പിന്നെ 3-ാമതായി 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. അങ്ങനെ അവിടെ വായിക്കുന്നുണ്ട്. കുടുംബമായി ദൈവസന്നിധി പ്രാർത്ഥനാ ബന്ധത്തിൽ, കുടുംബമായി പുതിയ പ്രാർത്ഥനാ ബന്ധത്തിൽ ഒരു മനോവ്യസനത്തോടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തെ. ഇത്രയും ഞാൻ പറയുമ്പോൾ നമ്മളും ദൈവവുമായുള്ള ബന്ധം എങ്ങനെയാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മളും കുടുംബവുമായുള്ള ബന്ധം എങ്ങനെയാണ് എന്ന് നമ്മൾ ദൈവസന്നിധിയിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. നമ്മുടെ കുടുംബത്തിൽ ഇപ്പോൾ ഒരുപക്ഷെ ചിലരൊക്കെ ഭാര്യ മാത്രമേ കാണും, ഭർത്താവ് മാത്രമേ കാണുള്ളൂ, ഭാര്യയും ഭർത്താവും പോലും. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങള്, ഭാര്യ അല്ലെ ഭർത്താവ്, നമ്മള് കുടുംബമായി ദൈവസന്നിധി നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രകാരം ദൈവവുമായി നമ്മൾ ബന്ധത്തിൽ ഒരുമിച്ച് ചേർക്കുന്നു എന്ന് നമ്മള് നമ്മുടെ ജീവിതത്തിലൂടെ ചിന്തിക്കണം. മക്കൾ ദൈവവുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് എന്ന് നാം ഓരോരുത്തരും ഓർക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഈ കുടുംബ ബന്ധത്തിൽ നമുക്ക് വേണ്ടതായ ഒരു കാര്യമാണ് സ്നേഹം എന്ന് പറയുന്നത്, അല്ലെ? ഒരു ഹെൽത്തി ഫാമിലി ഉള്ളതാ. 2-3 കാര്യം. ഒന്ന് സ്നേഹം എന്നുള്ളതാ, പിന്നെ ജീവിക്കുക എന്നുള്ളതാ, എന്നാൽ പിന്നെ ലീവ് എന്നതാണ്. 3 വാക്കുകളാണ്. സ്നേഹം എന്ന് പറയുന്ന വാക്ക് എന്തുവാണ്? ഒരു നല്ല ഫാമിലി, ഒരു ഹെൽത്തി ഫാമിലി
കുടുംബ ജീവിതത്തിൽ ആവശ്യമുള്ളത്. കുടുംബം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു ഖണ്ഡിയാണ്, അല്ലെ? നമ്മുടെ കുടുംബം നന്നായിട്ട് വേണം മറ്റുള്ളവരെ നന്നാക്കുവാനായിട്ട് നമ്മൾ പോകാം. നമ്മുടെ കുടുംബത്തിൽ പ്രാർത്ഥനയില്ല, നമ്മുടെ കുടുംബം മാതൃകയില്ല എങ്കിൽ നമുക്ക് മറ്റുള്ള ഒരാളോട് എങ്ങനെ പറയുവാൻ സാധിക്കും? നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്, നിങ്ങൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലുള്ളവരാണ് എന്ന പ്രകാരം നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ആദ്യം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അവിടെ വെച്ച് പഴഞ്ചൊല്ലുണ്ടല്ലോ, സ്വന്തം കണ്ണിലെ കോലെടുത്തിട്ട് വേണം സഹോദരന്റെ കണ്ണിലെ കരടെടുക്കുവാനായിട്ട് പോകേണ്ടത്. അതുകൊണ്ട് നമ്മുടെ കുടുംബവുമായി ദൈവസന്നിധിയിൽ എപ്രകാരമുള്ള ബന്ധമാണ് എന്നുള്ളത് നമുക്കുണ്ട്. അതിനൊരു സ്നേഹം നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മുടെ സ്നേഹം നമ്മൾ എപ്പോഴാണ് ഇത് ചെയ്യുന്നത്? ഈ മലയാളികൾ എന്നൊക്കെ പറയുന്ന ആൾക്കാർ സ്നേഹം പ്രകടിപ്പിക്കുവാൻ വളരെ ബുദ്ധിമുട്ടുള്ളവരാണ്. നമ്മളിങ്ങനെ മനസ്സിൽ ഒതുക്കി നടക്കുന്ന